നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ്. അതിനാവശ്യമായിട്ടുള്ള സാധനം കടലമാവ് ഒരു 1/4 കിലോൻ്റെ അടുത്ത്, 1 സ്പൂൺ മുളക് പൊടി, ഒരു കുഞ്ഞു ടേബിൾ സ്പൂൺ കായപ്പൊടി, അതുപോലെ ഒരു കുഞ്ഞു ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 5 സവോള, ആവശ്യത്തിന് ഉപ്പ് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമായിട്ടുള്ളത് 5 സവോളയാണ്. ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി മിക്സ് ചെയ്യാം. നല്ലവണ്ണം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം കുറച്ച് അരിപ്പൊടി ചേർക്കണേ. കുറച്ച് ആ ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാം നന്നായി മിക്സായ ശേഷം ഒരു 4 സ്പൂൺ അരിപ്പൊടി ഇട്ട് അതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളിട്ടത് കടലമാവ് 1/4 കിലോൻ്റെ അടുത്ത്, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, ഒരു കുഞ്ഞു ടേബിൾ സ്പൂൺ കായപ്പൊടി, കുഞ്ഞു ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, ഒരു 4-5 സ്പൂൺ അരിപ്പൊടി. ഇത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് നമ്മളൊരു 5 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സ്ലൈസായി അരിഞ്ഞ് വെച്ച സവോള, ഈ സവോളയും കൂടി ഇട്ട് മിക്സ് ചെയ്യണം. സ്ലൈസായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന 5 സവോളയും കൂടി നല്ലോണം മിക്സ് ചെയ്യണം. ഇത് നമ്മൾക്ക് ഏത് എണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് ഗോൾഡ് വിൻ്ററിൻ്റെ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കതിലോട്ട് ഈ മിക്സ് ചെയ്തിരിക്കുന്ന അങ്ങോട്ടിട്ട് കൊടുക്കാവേ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണം കേട്ടോ നന്നായിട്ട്. അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടേ ഇരിക്കണം. എന്നാലേ ആ ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി പക്കോട റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്രൗണിഷ് ആവണം. ഈ ഒരു ബ്രൗണിഷ് ആവുന്ന സമയത്ത് കോരിയെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുണ്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ കേട്ടോ. നല്ല മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ സ്നാക്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ്.